ഡോക്ടർ അനിൽ മുഹമ്മദ് ലക്ഷ്മി. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അനസ് മുഹമ്മദ്, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ MLA, വളരെ വൈകാരികമായി വളരെ അപൂർവമായി മാത്രമാണ് CR മഹേഷ് അങ്ങനെ വാചാലമായി സംസാരിക്കുന്നത് കേൾക്കാറുള്ളത്. ഒരുപക്ഷെ വായിച്ചും അനുഭവിച്ചും അറിഞ്ഞും ബോധ്യപ്പെട്ട സത്യങ്ങളെ വളരെ വൈകാരികമായി വളരെ പച്ചയായ സത്യങ്ങളായി വ്യാഖ്യാനിച്ച പറഞ്ഞ ബഹുമാന്യനായ ഉദ്ഘാടകൻ CR മഹേഷ് MLA, ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭാരവാഹികളെ, കേൾക്കുന്ന നാട്ടുകാരെ, പ്രിയപ്പെട്ട സൈനികരെ, വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അന്തസ്സോടെയും ഒക്കെയാണ് ഈ രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മർഹൂം മൗലവി ഖത്തീബ് മുഹമ്മദ് കുഞ്ഞ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന പ്രഭാതം എന്ന പേരിൽ ഈ മഹത്തായ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാന്യനായ MLA സൂചിപ്പിച്ചതുപോലെ ചരിത്രങ്ങളുടെ സത്യങ്ങളെ വല്ലാതെ മൂടി, വല്ലാതെ ഇല്ലാതാക്കി തകർത്തെറിഞ്ഞ് പുതിയ ചരിത്ര നിർമ്മിതികൾ നടത്തുന്ന കാലത്ത് 1948 ഈ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ ഏറ്റവും ധീരോദാത്തമായ പോരാട്ടം നടത്തി രാജ്യം 1949 അംഗീകരിച്ച നായിക് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ആ മനുഷ്യൻ മുതൽ ഇന്ന് 1720 അടി മുകളിൽ അങ്ങ് സിയാച്ചിൻ ഗ്ലേസിയറിൽ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന സിന്ദൂറിൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ നേതൃത്വം നൽകിയ ഹാഷിം വരെയുള്ളവർ ഈ ജമാഅത്തിൻ്റെ, ഈ വിശ്വാസത്തിൻ്റെ, ഈ നാടിൻ്റെ, ഈ ചുറ്റുപാടിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഉറക്കെ വീണ്ടും ഉറക്കെ പറയേണ്ടി വരുന്ന അനിവാര്യമായ സാഹചര്യം കൂടിയാണ് ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ പുതിയ തലമുറയിൽ പുതിയ ചിന്തകളിലേക്ക് ഒരു അഗ്നി പടരണം എന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി മുൻകൈയെടുത്തതും. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് പകരമായി ലഹരിയായി നൽകിയത്? രാജ്യസ്നേഹം നൽകിയോ? ദേശസ്നേഹം നൽകിയോ? നമ്മുടെ സമൂഹത്തിലെ ധീരരായ ഇതുപോലെയുള്ള അഭിമാനത്തിന് അടയാളപ്പെടുത്തപ്പെട്ട രാജ്യം അംഗീകരിച്ച ആളുകളെ എത്രത്തോളം നമ്മൾ ആദരിച്ചു, അംഗീകരിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. നമ്മൾ സാധാരണ ഇത്തരം ആളുകളെ ഓർക്കുന്നത് നമുക്ക് വിരോധമുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഏതെങ്കിലും പേരുകൾ വലിച്ചു കീറിക്കളയുമ്പോൾ, ഏതെങ്കിലും പേരുകൾ കീറിക്കളയുമ്പോൾ നമ്മൾ വലിയ അഭിമാനബോധത്തോടെ ഞങ്ങളുടെ ആളിനെ കീറിയേ എന്ന് പറഞ്ഞ് ബഹളം വെക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗമായി തീർന്ന, നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ധീരരായ ഇത്രയും സൈനികരെ, അവർക്ക് സൈന്യമെന്ന് പറയുന്ന ആവേശം കൊള്ളുന്ന മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും മാത്രം ആവേശം തുടിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനപ്പുറത്ത് ഈ സമൂഹത്തിൽ അവരെ അടയാളപ്പെടുത്താൻ, അവർക്ക് അഭിമാനം നൽകാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ ഈ സമൂഹം, സമുദായം, ഈ കൂട്ടായ്മകൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായ ഒരു അവലോകനം നടത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് പലതരം ആഘോഷങ്ങളുണ്ട്, ആ ആഘോഷങ്ങളിൽ നമ്മളെല്ലാം പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മൾ എത്രത്തോളം അവഗണിക്കുന്നു. വളരെ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ, ഹംസാക്കുട്ടിയുടെ മകൻ, അജി എന്ന് പറയുന്ന ആൾ, ഈ നായിക് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആദ്യകാലത്ത് വീരചക്രം നേടിയ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും പ്രധാനമന്ത്രി, ഇന്നും പലരും ചെയ്യാത്ത കുറ്റത്തിനും ആക്ഷേപിക്കപ്പെടുന്ന, പഴി പറയുന്ന ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നതിൻ്റെ ചരിത്രം ഇന്ത്യൻ ഡിഫൻസ് ഹിസ്റ്ററിയിൽ നറേറ്റീവായി ഇംഗ്ലീഷിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ട് കിടപ്പുണ്ട്. 1948 ജനുവരി 7-ാം തീയതി സാംബ എന്ന് പറയുന്ന കാശ്മീരിലെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ, ഇന്നത്തെ ഇന്ത്യയല്ല, ആയുധങ്ങൾ നിറഞ്ഞ ഇന്ത്യയല്ല, വെറും മനസ്സിൻ്റെ കരുത്തുകൊണ്ടും ബഹുമാന്യനായ MLA പറഞ്ഞതുപോലെ 200 വർഷക്കാലം ഈ സ്വാതന്ത്ര്യത്തിൽ ഈ ഉയർന്നു പറക്കുന്ന പതാക ഇതുപോലെ പറക്കണമെന്ന് ആഗ്രഹിച്ച പട്ടിണിക്കാരും നിരപരാധികളും ആയുധരഹിതരുമായ ഇന്ത്യക്കാർ പിടിച്ചു വാങ്ങിയ സ്വാതന്ത്ര്യം നേടിയ പട്ടിണിയുടെ ഇന്ത്യ, ഒന്നുമില്ലാത്ത ഇന്ത്യ, ആ ഇന്ത്യയുടെ കാലത്ത് 1948 ജനുവരി 7-ന് സാംബ എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ ഏതാണ്ട് പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മർഹൂം നായിക് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആലിന്തറ പട്ടാളം എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈനിക വ്യൂഹം അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. 8 പേരെയാണ് എതിരിടേണ്ടത്. നമുക്ക് ആയുധങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷേ ആ കടന്നു ചെന്ന ഇന്ത്യൻ വാഹനത്തെ ഉൾപ്പെടെ ആക്രമിച്ചപ്പോൾ
സ്വന്തം നിലയിൽ ഒറ്റയ്ക്ക് ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി 8 പേരെയും വകവരുത്തിയ ശേഷം ആ വാഹനം പിൻവലിച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിർത്തിയിൽ നേടിയ ഒരു വിജയമെന്ന് സേന പോലും അവകാശപ്പെടുന്ന ഈ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യന് ഈ ജമാഅത്തിൽ, ഈ നാട്ടിൽ, ഈ കൂട്ടായ്മകളിൽ, ഈ ചുറ്റുപാടിൽ എത്രത്തോളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം പറയപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം കേട്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇന്ന് ചരിത്രത്തിൽ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് വല്ലാതെ ബഹളം വെക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ചരിത്രത്തിന്റെ ഭാഗമായി ഇവരെയൊക്കെ അടയാളപ്പെടുത്താൻ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ കടന്നുപോയപ്പോൾ BJPയുടെ മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ആദരിച്ചിട്ടുണ്ട്, ജനം TV ആദരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു മനുഷ്യൻ ഈ ജമാഅത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ഈ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മുമ്പിൽ ബഹുമാന്യനായ MLA പറഞ്ഞതുപോലെ നിന്റെ ആ രാജ്യത്തിന്റെയും പൗരത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അടിയാധാരം തേടുന്നവന്റെ മുന്നിൽ ഇതുപോലെ 100 അബ്ദുറഹ്മാന്മാരെ മുന്നോട്ട് വെക്കാനുള്ള ആർജവവും കരുത്തുമുള്ള ഒരു സമൂഹവും സമുദായവും ഇന്ന് എല്ലാവരുടെ മുന്നിലും സ്വന്തം അസ്തിത്വം തുറന്നു കാണിക്കേണ്ടി വരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്ക് കൂടി ഉണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടുകൂടിയാണ് ഈ മനുഷ്യന്റെ ഓർമ്മകളെ ഇങ്ങനെ ഓർത്തെടുക്കണമെന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിന്റെ 3 മക്കളിൽ ഒരു മകൻ മരണപ്പെട്ടു അകാലത്തിൽ. 2 മക്കൾ സൈനിക സേവനം അനുഷ്ഠിച്ചു. അതിലൊരാൾ അദ്ദേഹത്തിന്റെ കമ്മീഷൻ പീരീഡ് പൂർത്തിയാക്കി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിനേക്കാൾ കേമനായ സുബേദാർ ഹംസാക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹം ഒരു അപകടത്തിലാണ് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും രാജ്യത്തിന്റെ അഭിമാനമായി തീർന്ന ഒരു മനുഷ്യന്റെ ഈ ചരിത്രം ഈ മണ്ണടിശ്ശേരി ബുക്കിൽ നമ്മൾ കാണുന്ന ഒരു ആലിന്തറ പട്ടാളം, അല്ലെങ്കിൽ ആ പശുവിനെ കൊണ്ടുപോകുന്ന ഒരു ഉപ്പാപ്പ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു ഉപ്പാപ്പയ്ക്ക് അപ്പുറത്ത് എത്ര നമ്മൾ നീതി പുലർത്തി? ജീവിച്ചിരുന്നപ്പോൾ എത്ര ആദരിക്കാൻ കഴിഞ്ഞു? എന്തിന്? കോടതികളുടെ വരാന്തകളിൽ പോലും അതിൻ്റെ വ്യവഹാരങ്ങളുമായി പോകേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് MLA പറഞ്ഞതുപോലെ ഏറ്റവും ഉചിതമായ ഒരു സ്മാരകം അദ്ദേഹത്തിന് വേണ്ടി ഈ ജമാഅത്തിൽ, ഈ പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെ ഉണ്ടാവണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അതോടൊപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ റോഡുകൾ ഏതെങ്കിലും നാമകരണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അതിനേക്കാൾ ഉചിതമായ ഒരു സ്മാരകം വേറെയില്ല, അത് നാമകരണം ചെയ്യണമെന്നും അതിനു വേണ്ടി വന്നാൽ അപേക്ഷ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഈ മദ്രാസ് റെജിമെൻറ്റിലാണ് ഇദ്ദേഹം പങ്കെടുത്തത്. ഈ സമയത്താണ് നമ്മൾ അഭിമാനപൂർവ്വം ഇന്ന് പഹൽഗാം ആക്രമണത്തിൽ അതിർത്തി കടന്ന് പാക് ഭീകരർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മുന്നിൽ വെച്ച് ഭാരതീയരെ, നമ്മുടെ സഹോദരങ്ങളെ കൊന്നു തള്ളിയത്. അതിന് പ്രതികാരം എന്നോണമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഓർത്തു നോക്കൂ, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും അതിർത്തിയിൽ ഇൻ്റർനാഷണൽ ബോർഡറിൽ 8-ാം തീയതി മുതൽ 28-ാം തീയതി വരെ പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ ആക്രമിക്കാനും പാകിസ്ഥാൻ്റെ വാഹനം കടന്നു വന്നാൽ അതിനെ പ്രതിരോധിക്കാനും ചുമതലപ്പെട്ട ഒരാൾ ഈ പുത്തൻതിരു ജമാഅത്തിലുണ്ട്. അയാളുടെ പേര് സുബേദാർ ഹാഷിം. സുബേദാർ ഹാഷിം. ഞാൻ കഴിഞ്ഞ ദിവസം ആ സഹോദരനെ വിളിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ കിതയ്ക്കുന്നു, അണയ്ക്കുന്നു, ശ്വാസം കിട്ടാത്തതുപോലെ. ഞാൻ ചോദിച്ചു, എന്തേ, സന്തോഷം കൊണ്ടാണോ? അല്ല, 1760 അടി മുകളിൽ അങ്ങ് സിയാച്ചിൻ ഗ്ലേസിയറിൽ നിൽക്കുകയാണ് രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ. ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്? ആരെക്കുറിച്ചാണ് നമ്മുടെ മക്കളോട് സംസാരിക്കേണ്ടത്?